നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പലരുടെയും വലിയൊരു സ്വപ്നമാണ് ഇടതൂർന്ന കറുത്ത മുടി. എന്നാൽ ഇന്നത്തെ കാലത്ത് മുടികൊഴിച്ചിലും ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നതും വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. പുറമേ എണ്ണയും ഷാമ്പുവും മാറ്റിയിട്ട് കാര്യമില്ല. മുടിക്ക് പോഷണം ലഭിക്കുന്നത് ഉള്ളിൽ നിന്നാണ്. ആയുർവേദത്തിൽ മുടിയുടെ ആരോഗ്യം അസ്ഥികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുടികൊഴിച്ചിലിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി സ്വാഭാവികമായി മുടി വളരാൻ സഹായിക്കുന്ന ആയുർവേദ വഴികൾ ഈ 5 മിനിറ്റ് വീഡിയോയിൽ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദ പ്രകാരം മുടി എന്നത് അസ്ഥിധാതുവിന്റെ ഉപധാതുവാണ്. ശരീരത്തിൽ പിത്തം അമിതമായി വർദ്ധിക്കുമ്പോഴാണ് അകാല നരയും മുടികൊഴിച്ചിലും ഉണ്ടാവുന്നത്. പ്രധാന കാരണങ്ങൾ: അമിതമായ ചൂട്. ശരീരത്തിലെ പിത്തം കൂടുന്നത് തലയിലെ ചൂട് വർദ്ധിപ്പിക്കും. പോഷകാഹാരക്കുറവ്. ഇരുമ്പ്, പ്രോട്ടീൻ, കാൽസ്യം എന്നിവയുടെ കുറവ്. മാനസിക സമ്മർദ്ദം. പിരിമുറുക്കം മുടിയിഴകളെ ദുർബലമാക്കുന്നു. തെറ്റായ ശീലങ്ങൾ. അമിതമായി ഷാംപൂ, ഹെയർ ഡ്രയർ, കെമിക്കൽ ഡൈ എന്നിവ ഉപയോഗിക്കുന്നത്. മുടി സംരക്ഷണത്തിന് നിരാമിത്ര നിർദ്ദേശിക്കുന്ന വഴികൾ: കറിവേപ്പിലയും നെല്ലിക്കയും. കറിവേപ്പിലയും ഉണക്കനെല്ലിക്കയും ചേർത്തരച്ച് തലയിൽ തേക്കുന്നത് മുടി കറുക്കാനും കൊഴിച്ചിൽ മാറാനും സഹായിക്കും. ഭൃംഗരാജ തൈലം. ഭൃംഗരാജിനെ കേശരാജൻ എന്നാണ് ആയുർവേദം വിളിക്കുന്നത്. ഇത് തേച്ച് തല മസാജ് ചെയ്യുന്നത് മുടിവേരുകൾക്ക് ബലം നൽകും. കറ്റാർവാഴനീര്. തലയിലെ അമിത ചൂട് കുറയ്ക്കാൻ കറ്റാർവാഴ ജെൽ ആഴ്ചയിലൊരിക്കൽ തേക്കുന്നത് വളരെ നല്ലതാണ്. ഉള്ളിനീര്. ഉള്ളിനീരിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളർച്ചയെ വേഗത്തിലാക്കും. അലർജിയില്ലാത്തവർ മാത്രം ഉപയോഗിക്കുക. മുടി വളരാൻ ഉള്ളിൽ നിന്ന് പോഷണം ലഭിക്കണം. ഉൾപ്പെടുത്തുക: കരിമ്പച്ചക്കറികൾ, നട്ട്സ്, മുളപ്പിച്ച ധാന്യങ്ങൾ, മുട്ട എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒഴിവാക്കുക: അമിതമായ എരിവും പുളിയും ഭക്ഷണത്തിൽ കുറയ്ക്കുക. നല്ല ഉറക്കം. ദിവസവും 7 മണിക്കൂർ ഉറക്കം മുടി വളർച്ചയ്ക്ക് അനിവാര്യമാണ്. നസ്യം. രാത്രി കിടക്കുന്നതിനു മുൻപ് മൂക്കിൽ 2 തുള്ളി നെയ്യൊഴിക്കുന്നത് തലമുടിക്ക് കരുത്തു നൽകും. ആരോഗ്യകരമായ ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മുടി വളരുകയുള്ളൂ. ക്ഷമയോടെയുള്ള പരിചരണം മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക: മുടികൊഴിച്ചിലുമൊപ്പം അമിതമായ ക്ഷീണമോ വിളർച്ചയോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹോർമോൺ പ്രശ്നമാകാം. അങ്ങനെയുള്ളവർ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.